നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. BDJS-ൽ മത്സരിക്കണമെന്നും വേണ്ടെന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് NDA സഖ്യമാണെന്നും BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. BDJS സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓൺലൈൻ മീറ്റിംഗിൽ വന്നിട്ടുള്ള രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് വന്നത്. ഒരു വിഭാഗം ആളുകൾ മത്സരിക്കണമെന്നും മറ്റൊരു വിഭാഗം മത്സരിക്കേണ്ട കാരണം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഇലക്ഷൻ വർക്കിനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് 1.5 മാസക്കാലത്തോളം അതിന്റെ വർക്കിന് പോയാൽ സമയം പോകുന്നുള്ളതുകൊണ്ട് BDJS സീറ്റ് എടുക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് BDJS-ന്റെ ഒരു ഭാഗം ആളുകൾ പറഞ്ഞത്. മറ്റൊരു വിഭാഗം ആളുകൾ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ NDA മീറ്റിംഗ് നടക്കണം. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ NDA മീറ്റിംഗ് ഉണ്ടാവും. അതിനുശേഷമാണ് ഒരു ധാരണ ഉണ്ടാകുക. അതിനുശേഷം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും. BDJS സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിച്ചത്, കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളല്ല മത്സരിച്ചത്, അതിന് മുമ്പത്തെ പ്രാവശ്യം മത്സരിച്ചത്. പക്ഷേ ഇപ്രാവശ്യം മത്സരിക്കാൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചാളുകൾ പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രിപ്പറേഷൻ ആയിട്ട് നിൽക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ അതിനിടയ്ക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് ഈ നടക്കാൻ വേണ്ടി പോകുന്ന മത്സരം ഈ പറയുന്ന കോൺഗ്രസും LDF UDF-ഉമായിട്ടുള്ള ഒരു പാട്ടമില്ലി ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഭരണ തുടർച്ച എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ഭരണകക്ഷിയും മറ്റൊരു സംബന്ധിച്ച് ഭരണം കിട്ടുമ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ നിൽക്കുമ്പോൾ അവരുടെ വലിയൊരു മത്സരം നടക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അതിനിടയ്ക്ക് പോയി ഇപ്പം ഞങ്ങൾ നിൽക്കേണ്ട എന്നുള്ളതാണ് BDJS-ന്റെ ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നത്. NDA-യുടെ എന്താണെന്നുള്ളത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിനെപ്പോഴും ഒരു വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും. BDJS മത്സരിക്കണമെന്നും വേണ്ടെന്നുമുള്ള രണ്ട് അഭിപ്രായമുണ്ട്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് NDA സഖ്യമാണ്. തീരുമാനമെടുക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്, മത്സരിച്ചാൽ ജയിക്കുമെന്ന അഭിപ്രായമില്ല, പക്ഷേ നല്ല മത്സരം കാഴ്ചവെക്കാനാകുമെന്ന് വിശ്വസിക്കുന്നുവെന്നും 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്നും അൻവർ വലിയ ഫാക്ടറാണെന്ന് തോന്നുന്നില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ പ്രൊഫഷണൽ ആയി എന്നും തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വിൻ മീഡിയ ചേർത്തല.